സമയം 11:30. അപ്പോൾ മെരന്നെ ഞങ്ങൾക്ക് എടുക്കാൻ പോകണം. ഇനി പെൽച്ചക്ക് ഫുഡ് കഴിക്കാൻ എണീക്കല്ലേ? ഓക്കെ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നേരെ വെളുത്ത് സഭ ആലോചിക്കണ് രാവിലെ തന്നെ. എന്താ ആലോചിക്കണ്? നല്ല തണുണ്ടല്ലേ? ആൾക്കാർക്ക് കിടന്നുറങ്ങാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞു. സമയം 11:15. ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു 4 മണിക്കൂറല്ലേ? 4 സ്റ്റോപ്പ്. ട്രെയിൻ കുറച്ച് ഡിലേ ഉണ്ട്, എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങിയതല്ലേ? പുലർച്ചക്ക് ഫുഡൊന്നും ഇല്ല കേട്ടാ. ഞാൻ നോമ്പ് പറഞ്ഞപ്പോഴുള്ള ഫുഡ്, പിന്നെ വേറെ ഫുഡൊന്നുമില്ല. നമ്മൾ നോമ്പെന്ന് പറഞ്ഞാലേ മനസ്സിലാക്കാനുള്ളതാണല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങൾ വിശപ്പൊക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. എത്തുമ്പോൾ മനസ്സിലാവും. അങ്ങനെ രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് എണീറ്റ് ഒരു 7 മണിക്കൊക്കെ എണീറ്റ് ദിവസം കാഴ്ചയൊക്കെ കണ്ടു. ഫുള്ള് നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. ബാക്കി കാഴ്ചകൾ വരുമ്പോൾ കാണാം. ഒരു അടിപൊളി ബിൽഡിംഗ് കാണിച്ചു തരാം. നമ്മളിപ്പോൾ കണ്ടില്ലേ കോട്ട? അതൊക്കെ 16-ാം നൂറ്റാണ്ടിൽ മുഗളന്മാരുണ്ടാക്കിയിട്ടുള്ളതാണ്. അവർ പിന്നെ കൈമാറി വേറെ രാജാക്കന്മാർക്ക് പോയി അങ്ങനെയുള്ളത് നിലനിൽക്കുന്നത്. അവിടെ ഒരുപാട് കോട്ടകളുണ്ട്. ഒരുപാട് ഫേമസ് ആയ സ്ഥലമാണ്. അവിടുത്തെ കല്ലുകൾക്കൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട്. യൂറോപ്പുകാർ ഫേമസ് ആണ്. അത്രയും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കല്ലുകളും ആ കല്ലുകളോട് തന്നെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കോട്ട ജംഗ്ഷനിലൊരു പടം തന്നെ ഉണ്ട് 2015 റിലീസ് ആയിട്ടുള്ള. അപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. നല്ല സ്ഥലങ്ങളാണ്. എങ്ങനെയുണ്ട് സ്ഥലങ്ങൾ? നിങ്ങൾ തന്നെ പറ. ഫുൾ പാടങ്ങൾ. പിന്നെ ഇവിടെയൊക്കെ വസ്ത്രധാരണം തന്നെ ഭയങ്കര മാറ്റമുണ്ട്. ഈ കാണുന്നതൊക്കെ ആ കോട്ടകളുടെ പിന്തുടർച്ചയാണ്. ആ മുഗളന്മാർ പണിഞ്ഞ 12-ാം നൂറ്റാണ്ടിൽ പണിഞ്ഞിട്ടുള്ള കോട്ടകളാണ് ഈ കാണുന്നതൊക്കെ. ഓരോ യുദ്ധ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിഞ്ഞിട്ടുള്ള കോട്ടകളാണ് ഇതൊക്കെ. അപ്പുറത്ത് നമുക്ക് കാണാം വേറെ എണ്ണം. ഇതൊക്കെ കാണാൻ അടിപൊളിയാണ്. ഇത് ഇവിടുത്തെ വലിയൊരു നദിയാണ് ഈ കാണുന്നത്. ഇത് വറ്റിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവിടെ പാലം പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ആ കാണുന്നത് ഒരു കോട്ടയാണ്. ഈ വലിയ മലകളുടെ ഒരറ്റത്തുള്ളൊരു കോട്ട. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ മലയുടെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് ഒരു സംഘം യുദ്ധത്തിനായി വരുന്നത്. അതുപോലത്തെ ഒരു ഏരിയയാണത്. അങ്ങനെ നമ്മളിപ്പോൾ ജയ്പൂർ എത്തി കഴിഞ്ഞു. സാബി ബ്രോ, എങ്ങനെയുണ്ട് ജയ്പൂർ? അടിപൊളി സ്ഥലമാണ് ജയ്പൂർ. വലിയ സ്റ്റേഷനാണെന്നാണ് നമുക്ക് തോന്നണത്. അതായത് തിരക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹോളി സെലിബ്രേഷൻ ആണ് 14-ാം തീയതി. അപ്പോൾ അതിൻ്റെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സാറ പോയോ? ചിലപ്പോൾ സാറ ഇവിടെ ജയ്പൂർ ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ പോയി കാണും. അപ്പോൾ നമ്മളെ സാറ പോയി. അവള് പുഷ്കറിലേക്കാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങി നേരത്തെ പോയി. സാറില്ല, നമുക്ക് പുഷ്കർ പിടിക്കാം അല്ലേ? 14-ാം തീയതി പുഷ്കറിൽ വെച്ച് സാറെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, വീണ്ടും തിരിച്ചു കയറട്ടെ. ഫൈനലി എനിക്ക് കൈ കിട്ടി ഗൈസ്. നമ്മളുടെ സീറ്റ് അവിടെ അല്ലേ? വീണ്ടും തിരിച്ച് നമുക്ക് നമ്മളെ സീറ്റ് പോയിരിക്കാം.
അജ്മീർ ജംഗ്ഷൻ എത്തി. സാബ് എന്താ പറയാനുള്ളത്? നമ്മള് സെറ്റാക്കില്ലേ? ഞങ്ങള് പോവൂല എന്നൊക്കെ പറഞ്ഞ കുറെ ടീമുകളുണ്ടായിരുന്നില്ലേ? ഗൈസ് ഞങ്ങളിവിടെ എത്തി ഗൈസ്. ബാക്കി വിശേഷം ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ ഗേറ്റ് നമ്പർ 4 പോകണം അല്ലേ? പുറത്തിറങ്ങില്ല. ഇവിടുന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് വേണം അജ്മീറിലേക്ക് പോകാൻ. അവിടെ പോയിട്ട് നമുക്ക് റൂം എടുക്കണം, കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് പള്ളിയിൽ പോവാം. അപ്പം അങ്ങനെ ഗായ്സ് ഞങ്ങൾ അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നെക്സ്റ്റ് എവിടേക്കാന്നുള്ള കാര്യങ്ങളൊക്കെ വഴി പറയാം. അല്ല പിന്നെ ഇനി ഇവിടുന്ന് ഞങ്ങൾ ഓട്ടോ എടുക്കും, എന്നിട്ട് റൂം നോക്കണം, കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം പള്ളിയിൽ പോകാൻ. ഓക്കെ, അങ്ങനെ നമ്മളൊരു ഓട്ടോക്കാരൻ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ശരി. ആ വൈബ് ഓട്ടോ ഉണ്ടല്ലോ. അങ്ങോട്ട് വരാന്ന്. നമ്മുടെ ഓട്ടോ വന്നു. വേണ്ടി ഒരു ബിൽഡിംഗ് കയറി. ബൈ ഹായ് ബോലോ. നല്ല റൂമാണെങ്കിൽ എടുക്കാമല്ലോ. നമ്മൾ ചെറിയ പൈസ ആണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ പൈസക്ക് ബഡ്ജറ്റായിട്ട് കിട്ടുന്ന നോക്കണം. റൂമൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി നല്ല റൂമാണ്. നമ്മൾ റൂമൊക്കെ സെറ്റായി. നമ്മളപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ എടുത്തിട്ട് 100 രൂപയുടെ ഓട്ടോ നേരെ ദർഗയുടെ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഹോട്ടൽ ഷാദർ എന്ന് പറയുന്ന പേര്. അപ്പോൾ നമുക്കൊരു 600 രൂപയ്ക്ക് ഹോട്ടൽ കിട്ടി. നല്ല റൂമാണ്. വിത്ത് ടി വി ഒന്നും കാണലുണ്ടാവില്ല. നമ്മളിവിടുന്ന് ഫ്രഷാക്കി പള്ളിയിൽ പോവും, പിന്നെ നൈറ്റ് വന്ന് കിടക്കും. അതിൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ ഗൈസ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. ഇനി നേരെ പള്ളിയിൽ പോകണം. സമയം 6 മണിയാവുന്നു. 10 മിനിറ്റ് നടക്കാണ്ട്. നടന്നിട്ട് അവിടെ പോയി ഭക്ഷണം സെറ്റാക്കണം. അങ്ങനെ 6:40 ബാങ്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞു. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.